നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20I പരമ്പര അവസാനിച്ചല്ലോ. ഇനിയിപ്പോൾ ഏകദിന പരമ്പരക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം ഏകദിന പരമ്പര ആരംഭിക്കുകയാണ്. പക്ഷേ ഏകദിനത്തിന് സഞ്ജു സാംസൺ ഇല്ല. T20Iയിൽ നമ്മളൊക്കെ കണ്ടൊരു കാര്യം, ഒരു ഭാഗത്ത് സഞ്ജു സാംസൺ, മറുഭാഗത്ത് ജോസ് ബട്ട്ലർ. സഞ്ജുവിനെ കുരുക്കാൻ വേണ്ടി ജോസ് ബട്ട്ലർ ഒരുക്കുന്ന ഫീൽഡിംഗ് കെണി, ഷോർട്ട് ബോൾ എറിയുന്നു, അങ്ങനെ അടുപ്പിച്ച് സഞ്ജുവിനെ ഔട്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവർ തമ്മിലുള്ള ബോണ്ട് വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. വലിയ ചർച്ചയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇരുവരും ഒരുമിച്ച് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി എത്ര പോരാട്ടങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോസേട്ടൻ എന്ന് എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി വിളിക്കുന്ന ജോസ് ബട്ട്ലർ അവിടെ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും സഞ്ജു സാംസൺ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇപ്പോൾ ആ ചിത്രങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞു. മറ്റു തരത്തിലും ആ ചിത്രങ്ങളൊക്കെ ഔട്ടായിട്ടുണ്ട്. അതായത് സഞ്ജു സാംസണും ജോസ് ബട്ട്ലറും തമ്മിൽ ജേഴ്സി എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതാണ് T20I സീരീസ് കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്തിരിക്കുന്നത്. സഞ്ജുവിൻ്റെ സാംസൺ എന്നെഴുതിയ 9-ാം നമ്പർ ജേഴ്സി ജോസ് ബട്ട്ലർക്ക് കൊടുക്കുന്നു. ജോസ് ബട്ട്ലറുടെ ബട്ട്ലർ എന്നെഴുതിയ 63-ാം നമ്പർ ഇംഗ്ലണ്ട് ജേഴ്സി സഞ്ജു സാംസണിന് കൊടുക്കുന്നു. സഞ്ജു അത് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വെച്ചുകൊണ്ട് മൈ ബ്രദർ ഫ്രം ഇംഗ്ലണ്ട് ജോസേട്ടൻ എന്ന് സഞ്ജു തന്നെ കുറിക്കുന്നത്. മൈ ബ്രദർ ഫ്രം ഇംഗ്ലണ്ടിൽ നിന്നുള്ള എൻ്റെ സഹോദരൻ ജോസേട്ടൻ എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് കാര്യം കൂടി ശ്രദ്ധിക്കുന്നത്. നമ്മളൊക്കെ ജോസേട്ടൻ എന്ന് പറയുമ്പോൾ സഞ്ജുവും അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ജോസ് ബട്ട്ലറെ കുറിച്ച് കുറിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഇതിപ്പം ജോസ് ബട്ട്ലറും പങ്കുവെക്കുന്നുണ്ട്. അതായത് സഞ്ജു സാംസൻ്റെ ആ ഒരു സ്റ്റോറി ജോസ് ബട്ട്ലറും ഷെയർ ചെയ്യുന്നു. ചിന്തു എന്നാണ് അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്നത്. ഏതായാലും അവർ തമ്മിലുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. എ റിയൽ റോയൽ ബോണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.